ആ ദൈവം തന്നെയാണ് ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവം. അവൻ തന്നെയാണ് ഇന്ന് കരുണയോടെ എന്നെ ചേർത്തു പിടിക്കുന്ന ദൈവമായി. പുതിയ നിയമത്തില് യേശു കർത്താവായി എന്റെ കൂടെ, എന്റെ പിറകെ, എന്നെ അന്വേഷിച്ച് കണ്ടെത്തുമ്പോഴും എന്റെ പിറകെ വരുന്ന നല്ല ഇടയനായ തമ്പുരാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ബോധപൂർവം അവനെ നഷ്ടപ്പെടുത്തിയതാണെങ്കിലും അല്ലാതെ നീ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞാടാണെങ്കിലും അവൻ രണ്ടും തുല്യമാണ്. അവൻ ഈക്വലാണ്. അവൻ നിന്നെ അന്വേഷിച്ച് കണ്ടെത്തുവോളം നിന്റെ പുറകെ അവനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആണ് ആ നല്ല ഇടയനായ കർത്താവിനെ കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നത്. എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല, എന്റെ ഇടയൻ എന്റെ പുറകെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞാടായ ഞാൻ എവിടെയാണ് പച്ചയായ പുൽപ്പുറം, എവിടെയാണ് പ്രശാന്തമായ ജലാശയം, ഏത് ജലാശയത്തിലേക്കാണ് ഞാൻ പോകേണ്ടത്, കുടിക്കേണ്ടത്, ഞാൻ കഴിക്കേണ്ടത്, ഇത് നീ അന്വേഷിക്കേണ്ട, നീ ടെൻഷൻ അടിക്കേണ്ട. അവനതെല്ലാം നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്ന 23-ാം അധ്യായത്തില് നിന്നെ പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവൻ കൂട്ടിക്കൊണ്ടുപോകും. ഹല്ലേലൂയ. പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് നിന്നെ അവൻ നയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ നല്ല ഇടയൻ, എന്റെ പൊന്നുമക്കളെ, ആ നല്ല ഇടയൻ ഇതാ നിങ്ങളുടെ കരം പിടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ സഞ്ചരിക്കുമ്പോഴും, നീ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും, നീ ഏതൊരവസ്ഥയിലായിരിക്കുമ്പോഴും നിന്റെ കൂടെ, നിന്റെ പിറകെ, നിന്നെ അന്വേഷിച്ച് നടക്കുന്നവനാണ് നിന്റെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണമെന്തെന്നോ അവന്റെ തിരിച്ചോര മറുവിലയായി കൊടുത്ത് നിന്നെ അവൻ നേടിയെടുത്തതാണ്. ഹല്ലേലൂയ. നീ നഷ്ടപ്പെടുവാൻ സ്വർഗം അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. വഴിതെറ്റി പോകുവാൻ അവൻ അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. അന്ധകാര ശക്തികൾക്ക് ഞാൻ വിട്ടുകൊടുക്കുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുകയാണ്, മലകൾ അകന്നു പോകും, മലകൾ അകന്നു പോകും, മലകൾ അകന്നു പോകും, കുന്നുകൾ മാറ്റപ്പെടും, കുന്നുകൾ മാറ്റപ്പെടും. എങ്കിലും ഈ ലോകത്ത് എന്തൊക്കെ സംഭവിച്ചാലും എന്റെ മകനെ, മകളെ, എന്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ വിട്ടു പിരിയുകയില്ല. ഹല്ലേലൂയ. ഈ മഹാസ്നേഹത്തിൽ നിന്ന് ഉൾക്കൊണ്ട പ്രചോദനമാണ് അവൻ നിന്നെ തേടി വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പൊന്നുമക്കളെ, ഇനിയും അവനെ ക്രൂശിലേക്ക് നീ ചേർത്ത് തറയ്ക്കല്ലേ, അവന്റെ ശരീരത്തിലേക്ക് ചമ്മട്ടികൾ ആഞ്ഞടിക്കല്ലേ. ബോധപൂർവം നീ തെറ്റ് ചെയ്യുമ്പോൾ നീ അവനെ വീണ്ടും ക്രൂശിക്കുകയാ. ബോധപൂർവം നീ പാപത്തിന്റെ ബന്ധനത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ, ലോക ഇമ്പങ്ങളിലേക്ക് നീ നടന്നെടുക്കുമ്പോൾ, നിന്റെ ജഡത്തെ നീ ലൗകിക ഭൗതിക ആ സുഖത്തിലേക്ക് നീ വിട്ടുകൊടുക്കുമ്പോൾ അവന്റെ ശരീരം വീണ്ടും വീണ്ടും തല്ലി തകർക്കപ്പെടുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ നല്ല കർത്താവ്, ആ നല്ല ഇടയൻ ഇതാ എന്നെയും നിന്നെയും നോക്കി പറയുകയാണ്, എന്റെ മക്കളെ, വരുവിൻ, നമുക്ക് രമ്യപ്പെടാം. ഹല്ലേലൂയ. എന്താ മക്കളെ, നമുക്ക് സ്നേഹത്തിലായിരിക്കാം, നമുക്ക് ഒന്നായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര വലിയ പാപിയാകട്ടെ, എന്റെ പാപം എത്ര കടുച്ചുവപ്പാകട്ടെ, അവൻ പറയുകയാണ്, ഇതാ കമ്പിളി പോലെ ഞാൻ അത് വെളുപ്പിക്കാം, കമ്പിളി പോലെ ഞാൻ വെളുപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ അവൻ
അവന്റെ വിളി കേൾക്കണം. വരുവിൻ, നമുക്ക് രമ്യപ്പെടാം. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് നമ്മളോട് ചെയ്യുക. വരുവിൻ എന്റെ മക്കളെ, വാ എന്റെ സന്നദ്ധയിലേക്ക്, വാ എന്റെ അടുക്കിലേക്ക് വാ. നമുക്ക് രമ്യതയിലായിരിക്കാം, സ്നേഹത്തിലായിരിക്കാം, അനുരഞ്ജനത്തിലായിരിക്കാം. അവൻ നമ്മളെ വിളിക്കുന്നു. യേശു എന്നെ വിളിക്കുന്നു. അവന്റെ സ്വരം നീ കേൾക്കണം. അവന്റെ സ്വരം കേട്ട് നീ അവന്റെ അടുക്കലേക്ക് ഓടി അണയണം. നിന്റെ അപ്പന്റെ സന്നദ്ധിയിലേക്ക് നീ ഓടി അണയണം. നിന്നെ അവൻ ചേർത്ത് പിടിക്കും, നിന്നെ അവൻ കെട്ടിപ്പിടിക്കും. ഊർദ്ധപുത്രനെ അപ്പൻ ചേർത്ത് പിടിച്ചതുപോലെ, കെട്ടിപ്പിടിച്ചതുപോലെ, പാവത്തിന്റെ പടുകുഴിയിലായിരുന്ന, പന്നിക്കൂട്ടിലായിരുന്ന, ചെളിക്കുണ്ടിൽ വീണുപോയ ആ ധൂർത്തപുത്രനെ അപ്പൻ ചേർത്ത് പിടിച്ച് അവന്റെ മൂർധാവിൽ ചുംബിച്ച് അവന്റെ കൈകളിൽ മോതിരമിട്ട് പുതിയ ഉടുപ്പുകൾ അണിയിച്ച് പാദരക്ഷകൾ അണിയിച്ച് അവനൊരു സുന്ദര കുട്ടനാക്കി മാറ്റിയിട്ട്, അവന്റെ മകനാക്കി മാറ്റിയിട്ട്, നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കൊടുത്ത് നീ ഇന്നെന്റെ അവകാശത്തിലേക്ക്, എന്റെ മകൻ എന്ന സ്ഥാനത്തേക്ക് നിന്നെ ഞാനിതാ ഉയർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വർഗത്തിന് അവകാശിയാക്കിയ ആ പൊന്നു പിതാവാണ് നിന്നെ വിളിക്കുന്നത്. വരുവിൻ, നമുക്ക് രമ്യപ്പെടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മക്കളെ, ആ അപ്പന്റെ സ്നേഹം നിന്റെ ഹൃദയത്തിലേക്ക് നീ ഒന്ന് ഏറ്റെടുക്കുക. നീ എത്ര ബലഹീനനായിക്കൊള്ളട്ടെ, നീ എത്ര മഹാ അപരാധം ചെയ്ത വ്യക്തിയായിക്കൊള്ളട്ടെ, ആ അപ്പൻ ഇതാ നിന്നെ വിളിക്കുകയാണ്. ആ അപ്പൻ നിന്നെ വിളിക്കുകയാണ് സ്നേഹത്തിലേക്ക്, അനുരഞ്ജനത്തിലേക്ക്. അവൻ നിന്നെ വിളിക്കുകയാണ്. കണ്ണുകൾ നടച്ചാട്ട് കരങ്ങൾ ചക്കിലേക്ക് ഒന്ന് ചേർത്ത് വെക്ക്. ഇതാ നിന്റെ ദൈവം, നിന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നിന്റെ ദൈവം. ആ ദൈവം നിന്റെ യോഗ്യതകൾ കണക്കിലെടുക്കാതെ, നിന്റെ പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ, നിന്റെ തടക്കദോഷങ്ങളിലേക്ക് നോക്കാതെ, ഇതാ നിന്റെ പാപങ്ങളിലേക്ക് നോക്കി നിന്നെ കുറ്റം പിടിക്കാതെ, എന്റെ മകനെ, എന്റെ മകളെ, നീ എന്റെ സ്വരം ശ്രവിക്കുക. ഞാൻ വിളിക്കുന്ന വിളി നീ അത് കേൾക്ക. ഇതാ നിന്റെ ഹൃദയ കവാടത്തിൽ ഞാൻ മുട്ടുന്നു, മുട്ടി വിളിക്കുന്നു. നീ എന്റെ സ്വരം ശ്രവിക്കുക. നീ എനിക്കായി വാതിൽ തുറന്നതാ. നിന്റെ ഹൃദയ കവാടങ്ങൾ എനിക്കായി തുറക്ക്. ഞാൻ നിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കട്ടെ, ഞാൻ നിന്റെ ഉള്ളിലേക്ക് കടന്നു വരട്ടെ. നമുക്ക് ഒരുമിച്ചായിരിക്കാം, നമുക്ക് ഒരുമിച്ച് ഭക്ഷിക്കാം, നമുക്ക് ഒന്നായി തീരാം, ഒന്നായി തീരാം. കർത്താവ് നമ്മളെ വിളിക്കുക. ഒരുപാട് 3:20 കർത്താവ് നമ്മളെ വിളിക്കുക. കുഞ്ഞുമക്കളെ, ആ സ്വരം ഒന്ന് കേട്ട് നിന്റെ ജീവിതത്തെ പൂർണ്ണമായിട്ടും അവനിലേക്ക് നീ ഒന്ന് സമർപ്പിക്കുക. ആ കുരിശിൻ ചുവട്ടിലേക്ക് നീ ഒന്ന് സമർപ്പിക്കുക. അവന്റെ അവസാനത്തുള്ളി രക്തവും ജലവും അവന്റെ ചങ്കിൽ നിന്ന് അവൻ ഊറ്റിയത് നിന്നെ കഴുകുവാനാ, നിന്നെ വിശുദ്ധീകരിക്കുവാനാ, നിന്നെ അവന്റേതാക്കി മാറ്റുവാനാ, അവന്റെ സ്വന്തമാക്കി മാറ്റുവാനാ. സാത്താന് വിട്ടുകൊടുക്കുവാനല്ല, സാത്താന് ജയമെടുക്കുവാൻ വേണ്ടിയല്ല നിന്റെ ജീവിതത്തില്, നിന്റെ കുടുംബത്തില്. മറിച്ച് നിന്നെ അവൻ സ്വന്തമാക്കിക്കൊണ്ട് അവന്റെ തിരിച്ചോരയാൽ നിന്നെ കഴുകി സ്വർഗത്തിന് അവകാശിയാക്കി അവൻ മാറ്റിയിരിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാഞ്ഞിട്ട് അവന്റെ പൊന്നു ശരീരം, അവന്റെ തിരുരക്തം ഇതാ നമുക്ക് ഭക്ഷണപാനീയങ്ങളായി നൽകിക്കൊണ്ട് ഇന്ന് പ്രഭാതത്തിലെ ബലിയില് ഇതാ തിരുവോസ്തി രൂപനായി, അപ്പത്തിന്റെ രൂപത്തിൽ, തിരുരക്തത്തിന്റെ രൂപത്തിൽ എന്റെ ഈശോ ഇതാ എന്റെ ഉള്ളിലേക്ക് എഴുന്നള്ളി വന്നിട്ടുണ്ട്, കടന്നു വന്നിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം എന്റെ ഹൃദയത്തിലും, എന്റെ ശരീരത്തിലും, എന്റെ ചിന്തകളിലും, എന്റെ ബുദ്ധിയിലും, എന്റെ കോശങ്ങളിലും, എന്റെ ഓരോ സെല്ലുകളിലും, എന്റെ രക്തത്തിലും അലിഞ്ഞലിഞ്ഞ് അലിഞ്ഞലിഞ്ഞ് ഞാനും അവനും ഇതാ ഒന്നായിരിക്കുന്ന നിമിഷം, ഒന്നായിരിക്കുന്ന നിമിഷം ആ തമ്പുരാൻ നമ്മെ നോക്കി നോക്കി അവൻ പറയുകയാണ്, എന്റെ മക്കളെ വരുവിൻ, വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം, അനുരഞ്ജനത്തിലാകാം, നമുക്കൊന്നായി തീരാം. എന്റെ സ്നേഹം നിന്നെ വിട്ടു പിരിയുകയില്ല. എന്റെ സ്നേഹം അനന്തരമായ സ്നേഹം,
നിന്നെ വിട്ടു പിരിയുകയില്ല. മക്കളെ, ആ സ്നേഹമെന്ന് നിന്റെ ഹൃദയത്തിലേക്ക് നീ ഒന്ന് ഏറ്റെടുക്ക്. മറ്റാരുണ്ട് ഇത്രയധികം സ്നേഹിച്ച വ്യക്തി? ഈ ലോകത്തിൽ നിനക്ക് ജന്മം തന്ന നിന്റെ അപ്പനും അമ്മയും ഇത്രയേറെ നിന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? ജീവൻ കൊടുത്ത് അവസാനത്തുള്ളി രക്തവും മുട്ടിത്തന്ന് നിന്നെ സ്നേഹിച്ച ഒരേ ഒരു വ്യക്തി, അത് നസ്രായൻ യേശുവാണ്. അവൻ ഒരു നാളും എന്നെ ഉപേക്ഷിക്കുകയില്ല, എന്നെ തള്ളിക്കളയുകയില്ല. എബ്രായർ 13:5 അവൻ പറയുകയാണ്, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിക്കാൻ മറുക്കാം. സങ്കീർത്തനം 27:10 അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാൽ ഞാനിതാ നിന്നെ തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഇത്രയേറെ സ്നേഹിക്കുന്ന എന്റെ ദൈവം, ആ ദൈവം പറയുകയാണ്, മക്കളെ വരുവിൻ എന്റെ സന്നദ്ധിയിലേക്ക്, എന്റെ അടുക്കലേക്ക് വരുവിൻ. ഇതാ നമുക്ക് രമ്യതപ്പെടാം. ഞാനൊന്ന് സ്നേഹിക്കട്ടെ, എന്റെ സ്നേഹം നിന്നിലേക്ക് ഞാനൊന്ന് പകരട്ടെ. നിനക്ക് എന്നെ ഒന്ന് സ്നേഹിക്കാമോ? ഈ ലോകത്തിലെ മറ്റുള്ള എല്ലാറ്റിനേക്കാളും ഉപരിയായി എന്നെ സ്നേഹിക്കാൻ, എന്നോട് ചേർന്ന് നിൽക്കാൻ നിനക്ക് കഴിയുമോ? ഈശോ ചോദിക്കുകയാണ്, നിനക്ക് കഴിയുമോ? എന്ത് പ്രത്യുത്തരം നമ്മൾ ഈശോയ്ക്ക് കൊടുക്കും? കുഞ്ഞുമക്കളെ, ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട്, നമ്മുടെ ചില സാഹചര്യങ്ങളിലേക്ക് നോക്കിക്കൊണ്ട്, ഈ ലോകത്തിലേക്ക് നോക്കിക്കൊണ്ട് നിനക്ക് പറയാൻ പറ്റുമോ, എന്റെ യേശുവേ, അതിനേക്കാൾ ഉപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇതാ ശിഷ്യപ്രമുഖനായ പത്രോസിനോട് 3 വട്ടം ചങ്കുപൊട്ടി അവൻ ചോദിക്കുന്നുണ്ട്, യോനായുടെ പുത്രനായ ശിമയോനേ, നീ മറ്റുള്ളവരെ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോ ചങ്ക് തകർന്ന് അവൻ വിളിക്കുന്നു, എന്റെ തമ്പുരാനെ, നിനക്കറിയാമല്ലോ, എന്നെ നിനക്കറിയാമല്ലോ. ശരിക്കും അറിയാം, പത്രോസിന് ശരിക്കും അറിയാം കേട്ടോ കർത്താവിന്. അതുകൊണ്ടാണ് അവൻ ചോദിച്ചത് 3 വട്ടം, നീ മറ്റുള്ളവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? കടൽ കാണുമ്പോൾ വള്ളമെടുത്ത് കടലിലേക്ക് ഇറങ്ങുന്നവനാണ് പത്രോസ്. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നവനാണ് പത്രോസ്. ഇതാ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് ഇതാ കത്തിയെടുത്ത് ചെവി ഛേദിച്ചു കളഞ്ഞവനാണ് പത്രോസിന്റെ ചെവി ഛേദിച്ചു കളഞ്ഞവനാണ് പത്രോസ്. പെട്ടെന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവിനറിയാം. അതുകൊണ്ടാണ് 3 വട്ടം ഉറപ്പിച്ചവനോട് ചോദിക്കുകയാണ്, ഹൃദയത്തിൽ തട്ടി ചോദിക്കുകയാണ്. ഇന്ന് നമ്മളോടും കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മക്കളെ, നീ മറ്റുള്ളവരെക്കാൾ അധികമായി, മറ്റുള്ള സുഖ സൗകര്യങ്ങളെക്കാൾ അധികമായി നിന്റെ ജീവിതത്തില്, നിന്റെ ഹൃദയത്തില് നീ എനിക്ക് 1-ാം സ്ഥാനം നൽകുന്നുണ്ടോ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ എനിക്ക് 1-ാം സ്ഥാനം നൽകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും മക്കൾ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, മറ്റുള്ളവയേക്കാൾ അധികമായി ഈ ലോകത്തേക്കാൾ, ലോകസുഖങ്ങളേക്കാൾ, സമ്പത്തിനേക്കാൾ, ജോലിയേക്കാൾ, ഭർത്താവിനേക്കാൾ, ഭാര്യയേക്കാൾ, മക്കളേക്കാൾ അധികമായി എന്റെ ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മക്കളെ, ഇതാണ് നമ്മൾ പരിശുദ്ധ അമ്മയിൽ കാണുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗത്തിന്റെ ദൂത് വരികയാണ്. വലിയ ഒരു സംഭവം നിന്നിലൂടെ നടക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ വലിയൊരു പദ്ധതി
ഇതാ ലോകത്തെ പൂർത്തീകരിക്കുവാൻ ദൈവം നിന്നെ ഒരു ഉപകരണമാക്കുവാൻ പോവുകയാണ്. അതുകൊണ്ട് ആ സഹനം നിനക്ക് ഏറ്റെടുക്കുവാൻ നീ തയ്യാറാണോ? ലോകം നിന്നെ ദേക്ഷിക്കും, ലോകം നിന്നെ വെറുക്കും, ഒരുപക്ഷേ പിതാവ് പോലും നിന്നെ തള്ളിപ്പറയും, ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും ദൈവഹിതത്തിന് നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കുമോ, സമർപ്പിക്കുമോ? നിനക്കാരാണ് വലുത്? നിനക്കാരാണ് വലുത്? ഈ ലോകമാണോ? പിതാവാണോ? കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന പിതാവാണോ നിനക്ക് വലുത്? അതോ നിന്റെ ശാസ്ത്രക്കാരാണോ? ഈ ലോകം എന്ത് പറയും അതാണോ നിനക്ക് വലുത്? ഒരു നിമിഷം എന്റെ അമ്മ അതൊന്ന് ആലോചിച്ചിട്ടുണ്ടാകാം, ഒരു നിമിഷം അവളൊന്ന് പതറിയിട്ടുണ്ടാകാം. തൊട്ടടുത്ത നിമിഷം ആത്മധൈര്യം വീണ്ടെടുത്ത്, ആത്മശക്തി വീണ്ടെടുത്ത് അവൾ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, എന്റെ ജീവിതത്തിൽ സ്വർഗത്തിന്റെ ഇഷ്ടം മാത്രം നിറവേറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവഹിതം മാത്രം എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് നിനക്ക് ചങ്കത്ത് കൈവച്ച് നിനക്ക് പറയാൻ പറ്റുമോ? എന്റെ തമ്പുരാന്റെ ഇഷ്ടം, എന്റെ സ്വർഗത്തിന്റെ ഹിതം മാത്രം എന്നിൽ നിറവേറണമെന്ന് നിനക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് സമർപ്പിച്ച് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നീ സമർപ്പിക്കുന്നുവെങ്കിൽ, അങ്ങനെ നീ പറയുന്നുവെങ്കിൽ, ദാവീദിനെ നോക്കി കർത്താവ് പറഞ്ഞു, ഇതാ എന്റെ മനസ്സിനിണങ്ങിയ ഒരുവൻ എന്ന് പറയും. നഥാനിയേലിനെ നോക്കി ഈശോ പറഞ്ഞു, നിഷ്കപടനായ ഒരു ഇസ്രായേൽക്കാരൻ, നീതിമാനായ മാർ യോസേപ്പ്. അവനെ നോക്കി സ്വർഗം വിളിച്ചു, നീതിമാനായ മാർ യോസേപ്പ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മക്കളെ, ദൈവഹിതം ആരൊക്കെ അന്വേഷിക്കുന്നുവോ, ആരൊക്കെ നിറവേറ്റുന്നുവോ, ആരൊക്കെ തന്റെ ജീവിതം ദൈവിക പദ്ധതികൾക്ക് സമർപ്പിക്കുന്നുവോ, അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരായി, സ്വർഗത്തിന് ഇണങ്ങിയവരായി, നീതിമാന്മാരായി ദൈവം കണക്കാക്കും കേട്ടോ. ദൈവം അത് കണക്കിൽ എഴുതും കേട്ടോ, സ്വർഗത്തിൽ എഴുതി ചേർക്കും കേട്ടോ. അത് നീ അറിഞ്ഞുകൊള്ളണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്ന ആ ക്വാളിറ്റി, ആ ഹോളിനെസ്, ആ വലിയൊരു എളിമ, ആ വലിയൊരു സമർപ്പണം ഈ മക്കളെ നമ്മിലുണ്ടാകണം. എന്നാൽ മാത്രമേ സ്വർഗത്തിന് നിന്നോട് ദയ തോന്നുകയുള്ളൂ, നിന്നോട് അലിവ് തോന്നുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന്, ദൈവത്തിന്റെ വാക്കുകൾക്ക് നീ നിന്റെ ജീവിതത്തെ നീ അടിയറ വച്ചവനാണോ എങ്കിൽ ദൈവവചനത്തിനു വേണ്ടി പൂർണ്ണമായും നീ സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ? ദൈവവചനത്തെ പ്രതി അപമാനവും പീഡനങ്ങളും ഏൽക്കുവാൻ നീ തയ്യാറാണോ? എങ്കിൽ സ്വർഗം നിന്നെ നോക്കി പറയും, എന്റെ അമ്മയേക്കാൾ ശ്രേഷ്ഠനായവൻ, എന്റെ അമ്മയേക്കാൾ അനുഗ്രഹിക്കപ്പെട്ടവളെന്ന് ഈശോ പറഞ്ഞു. ലൂക്കാ 11:27 ഈശോ പറഞ്ഞു, ലൂക്കാ 11:27 ദൈവവചനം ആദരിക്കുന്നവൻ, ദൈവവചനം അനുസരിക്കുന്നവൻ, ദൈവവചനത്തിൽ ജീവിതം സമർപ്പിക്കുന്നവൻ, ദൈവവചനത്തിനു വേണ്ടി നിലകൊള്ളുന്നവൻ, അവനാണ് കൂടുതൽ ശ്രേഷ്ഠനെന്ന്, കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് ഈശോ പറഞ്ഞു. ലൂക്കാ 11:27 മക്കളെ, അതുകൊണ്ട് വചനത്തിനു വേണ്ടി നിലനിൽക്കുന്നവരാകണം നമ്മൾ. വചനത്തിൽ നിന്ന് ഒരു അണുവിട ഇടം വലം വ്യതിചലിക്കുന്നവരാകരുത് നിങ്ങൾ. ഹല്ലേലൂയ,
നമ്മൾ കാണുക നിന്റെ ചങ്കിനകത്ത് നിന്റെ അതരത്തില് ഈ ന്യായപ്രമാണ ഗ്രന്ഥം ഹല്ലേലൂയ ഹല്ലേലൂയ ഈ ന്യായപ്രമാണ ഗ്രന്ഥം മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം നിന്റെ ചങ്കിനകത്തുണ്ടാകണം. ഹല്ലേലൂയ ഹല്ലേലൂയ. അത് മാത്രമേ ഈ ലോകത്ത് നിലനിൽക്കുകയുള്ളൂ, മാറ്റപ്പെടാതിരിക്കുകയുള്ളൂ. ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 23:35 പറയുന്നില്ലേ, മാറ്റമില്ലാതെ ഈ ലോകത്ത് നിലനിൽക്കുന്നത് ഒന്ന് മാത്രം, കർത്താവിന്റെ ജീവന്റെ വചനങ്ങൾ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആ വചനത്തെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത അമ്മ, അത് ഉദരത്തിലേക്ക് മാംസം ധരിക്കപ്പെട്ടു, അത് മിശിഹായായി രക്ഷകനായി ഇതാ എന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു. മാംസം ധരിക്കപ്പെട്ട വചനം മാംസമായി നിന്റെ ചങ്കിന്റെ ഉള്ളിലേക്ക്, നിന്റെ നാവിൻ തുമ്പിലേക്ക് ഇന്നവൻ ഇറങ്ങി വന്നുവെങ്കിൽ എന്റെ മക്കളെ, ഇത്രയേറെ സ്നേഹം, ഇത്രയേറെ അലിവ്, ദയ, കരുണ ഇത് മറ്റെവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുക? അവനിൽ നിന്നല്ലാതെ. ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവം ഇതാ അവൻ നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാ അവൻ നമ്മെ അവന്റെ സന്നദ്ധിയിലേക്ക്, അവന്റെ തൊട്ടടുത്തേക്ക് നമ്മൾ വലിച്ചടിപ്പിക്കുക, ചേർത്ത് പിടിക്കുക. ആ സ്നേഹം നീ അനുഭവിക്കുക. ഹൃദയത്തിൽ, നിന്റെ ഹൃദയത്തിൽ ആ സ്നേഹം ഒന്ന് അനുഭവിക്കുക. പരിശുദ്ധമ്മയെ പോലെ മാംസം ധരിക്കണം. വചനം നിന്റെ ഹൃദയമാകുന്ന നിലത്തെ നീ ഒരുക്കണം. നല്ല വചനം, നല്ല വിത്താകുന്ന വചനം നിന്റെ ഹൃദയ നിലത്തിലേക്ക് തറയ്ക്കണം, തറച്ചു വീഴണം. അതവിടെ മുളച്ചു കുങ്ങണം. 30 അല്ല 60 അല്ല 100 മേനി ഫലം നീ പുറപ്പെടുവിക്കണം. 100 മേനി ഫലം നീ പുറപ്പെടുവിക്കണം. വചനത്തെ ഹൃദയത്തിലേക്കും ഉദരത്തിലേക്കും ഏറ്റെടുത്ത പരിശുദ്ധ അമ്മയുടെ ശക്തമായ ബാധ്യസ്ഥം തേടി കരങ്ങൾ ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തിയേ, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
നിറഞ്ഞ മറിയമേ സുസ്ഥി. അവനെ ആരാധിക്കുമ്പോ അവന്റെ സാന്നിധ്യം ഇതാ എന്റെ ശിരസ് മുതൽ പാദം വരെ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയുന്ന അനുഭവം, അവൻ നീ ഒന്നായി തീർന്ന അനുഭവം. ആരാധിക്കുമ്പോൾ പുതുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ എന്റെ ഹൃദയം ആരാധനയ്ക്ക് ശക്തിയുണ്ട് മക്കളെ. നിന്റെ കെട്ടുകളെ അടിക്കാൻ നിന്നെ പൂട്ടിയിട്ടിരിക്കുന്ന ചില പൂട്ടുകള് പൊളിക്കാൻ ആരാധനയ്ക്ക് കഴിയും, ശക്തിയുണ്ട്. വിശ്വാസത്തോടെ ആരാധിച്ചോ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ അജയ്യമായ